എല്ലാവർക്കും നമസ്കാരം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം ശ്രീ മഹാദേവിയെ നമഃ. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. നമ്മളിന്ന് ദേവീ കീലകത്തിൻ്റെ അർത്ഥം നോക്കാം. കവചവും അർഗളവും ജപിച്ചു കഴിഞ്ഞ അടുത്ത് ദേവീ മാഹാത്മ്യം ജപിക്കുന്നതിന് മുമ്പ് ജപിക്കേണ്ട മന്ത്രമാണ് ദേവീ കീലകം. ദേവിയുടെ കീലകം. കീലകം എന്നാൽ മന്ത്രം എന്ന അർത്ഥമുണ്ട്. അതേസമയം ഒരു വലിയ ആണിയെ കീലകം എന്നാണ് പറയുന്നത്. ആണി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രതിബന്ധം എന്നാണ്. നമ്മൾ അർഗള എന്ന വാക്കിൻ്റെ അർത്ഥം സാക്ഷ എന്ന് പഠിച്ചതുപോലെ കീലകത്തിന് ഒരു ആണി എന്നർത്ഥമുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ തുടങ്ങുന്നത് ഋഷിരുവാച. ഇതൊരു മംഗളസ്തോത്രമായിട്ട് വേണമെങ്കിലും എടുക്കാം. ആരംഭത്തിൽ ദേവിയെ വന്ദിക്കുന്നതായിട്ട് ഋഷിരുവാച വിശുദ്ധ ജ്ഞാനദേഹായ ത്രിവേദീ ദിവ്യ ചക്ഷുഷേ ശ്രേയപ്രാപ്തി നിമിത്തായ നമ സോമാർദ്ധധാരിണെ. നമസ്കരിക്കുന്നു. സോമാർദ്ധധാരിണെ അർദ്ധ സോമൻ. സോമൻ ചന്ദ്രനാണ്. അർദ്ധ സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കല ധരിച്ചിട്ടുള്ള ആരാണ്? ശിവനായിക്കൊണ്ട് നമസ്കരിക്കുന്നു എന്നാണ്. ഇനി വിശുദ്ധ ജ്ഞാനദേഹായ. വിശുദ്ധ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ നിർവിഷയകമായതിനെ പറയാം. അതുപോലെ തന്നെ അധ്യയന സിദ്ധമായിട്ടുള്ളതിനെയും വിശുദ്ധ ജ്ഞാനദേഹായ എന്ന് പറയാം. അതുപോലെ ത്രിവേദി എന്ന് പറഞ്ഞാൽ 3 വേദങ്ങൾ. ചക്ഷുസായിട്ടുള്ള ഐഷ്ടികം, പാശുകം, സൗമികം എന്ന ഈ 3 വേദങ്ങളും കണ്ണുകളോട് കൂടിയതായി ശിവനെ പറഞ്ഞിരിക്കുന്നു. ശ്രേയസ് ഇവിടെ മോക്ഷപ്രാപ്തിക്ക് ശ്രേയപ്രാപ്തി നിമിത്തായ. പ്രാപ്തി നിമിത്തം കാരണം. ഈ ശ്രേയപ്രാപ്തിക്ക് കാരണഭൂതനായ നമ സോമാർദ്ധധാരിണേ. ധാരിണ എന്ന് പറഞ്ഞാൽ ശിവനെ, അതായത് ശ്രീപരമേശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് നമസ്കാര മന്ത്രമാണ്. മാർക്കണ്ഡേയ ഋഷി ശിഷ്യന്മാരോട് പറയുകയാണ്. അപ്പം അടുത്തത് വേദത്രയം. ഐഷ്ടികാദി വേദികാത്രയം അത് കണ്ണുകളായിട്ടിരിക്കുന്നു. ഇവിടെ ശ്രേയസ് എന്നുള്ള വാക്കിന് കീർത്തി എന്നല്ല, മോക്ഷം, സ്വർഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രേയപ്രാപ്തി നിമിത്തായ നമ സോമാർദ്ധധാരിണേ സർവമേതദ്വിജാനീയാത് മന്ത്രാണാമഭികീലകം. സർവമേതദ്വിജാനീയാൻ. സർവം മന്ത്രാണാം എല്ലാ മന്ത്രങ്ങൾക്കും. ഏതദ്വിജാനീയാൻ ഈ സപ്തശതീ മന്ത്രത്തെ, അതായത് ഈ ദേവീ മാഹാത്മ്യ സ്തോത്രത്തെ ഉപാസിക്കണം. അഭികീലകം എന്ന് ഈ കീലകത്തിനെ പറഞ്ഞിരിക്കുന്നത്. അഭികീലകം സർവസിദ്ധികൾക്കും. നമ്മൾ മന്ത്രങ്ങൾ ജപിച്ച് നമുക്ക് വളരെയധികം സിദ്ധികളുണ്ട്. ആ സിദ്ധികൾക്കെല്ലാം പ്രതിബന്ധകാരണമായിരിക്കുന്ന പ്രതിബന്ധത്തിനെ പോലും നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന അഭികീലകങ്ങൾ എന്നാണ്. അതുകൊണ്ടാണ് അഭികീലകം എന്ന് ഇതിന്. വിജാനീയ എന്ന് പറഞ്ഞാൽ ഉപാസിച്ചാലും. അപ്പോൾ ഇങ്ങനെയുള്ള അഭികീലകമായിരിക്കുന്ന ഈ കീലകമന്ത്രത്തെ ഉപാസിച്ചാലും സോപി ക്ഷേമമവാപ്നോതി സതതം ജപതൽപരഃ സിദ്ധ്യന്ത്യുച്ചാടനാദീനി വസ്തൂനി സകലാന്യപി. സതതം ജപതൽപരഃ എല്ലായ്പ്പോഴും ജപതൽപരനായ, അതായത് ദേവീമാഹാത്മ്യ പാരായണ തൽപരനായ സോപി സഹ അപി അവനും ക്ഷേമം കിട്ടുന്നു. അവാപ്നോതി കിട്ടുന്നു, പ്രാപിക്കുന്നു. ക്ഷേമത്തെ പ്രാപിക്കുന്നു. ഉച്ചാടനാദികളും സകലാനി വസ്തുനി സകല വസ്തുക്കളും സിദ്ധിക്കുന്നു. ഇങ്ങനെ ഈ മന്ത്രം ജപിച്ചു കഴിയുമ്പോൾ, ദേവീ മാഹാത്മ്യം ജപിച്ചു കഴിയുമ്പോൾ അവന് അലഭ്യമായ, കിട്ടാൻ പ്രയാസമുള്ള സകല വസ്തുക്കളും ലഭിക്കുന്നു, ക്ഷേമത്തെ പ്രാപിക്കുന്നു. എല്ലായ്പ്പോഴും ജപതൽപരനായി മന്ത്രത്തെ ജപിച്ചാൽ. ഏതേന സ്തുവതാം ദേവീ സ്തോത്രമാത്രേണ സിദ്ധ്യതി. ഏതേന സ്തുവതേ. ഈ സ്തോത്രം കൊണ്ട് മാത്രം സ്തുവതാം സ്തുതിക്കുന്നവർക്ക് ദേവി സിദ്ധ്യതി ഭഗവതി പ്രസാദിക്കുന്നു, സിദ്ധിക്കുന്നു. ഏതേന സ്തോത്രമാത്രേണ ഈ ദേവീ മാഹാത്മ്യ സ്തോത്രം കൊണ്ട് മാത്രം സ്തുതിക്കുന്നവർക്ക് ദേവി അവരിൽ പ്രസാദിക്കുന്നു എന്നർത്ഥം. ന മന്ത്രോ ന ഔഷധം തത്ര ന കിഞ്ചിദഭിവിദ്യതേ വിനാ ജാപ്യേന സിദ്ധ്യേത സർവമുച്ചാടനാധികം തത്ര മന്ത്രം. അതായത് അങ്ങനെ ജപതൽപരനായ പുരുഷന് അല്ലെങ്കിൽ ജപിക്കുന്നവർക്ക് തത്ര മന്ത്രഃ ഒരു മന്ത്രവും, അവിടെ വേറെ ഒരു ഔഷധവും, ഒരു മന്ത്രവും ഒരു ഔഷധവും ന കിഞ്ചിദപി ന വിദ്യതേ മറ്റ് യാതൊന്നും ആവശ്യമില്ല. വേറെ ഒന്നിൻ്റെയും പേരവിടെ അറിയപ്പെടുന്നില്ല. ജാപ്യേന വിന എന്ന് പറഞ്ഞാൽ അന്യമന്ത്രജപം കൂടാതെ. ഉച്ചാടനാദികം സർവം ഉച്ചാടനാദികളായ എല്ലാ കാര്യങ്ങളും സിദ്ധിക്കും. സമഗ്രാണ്യപി സമ്പൂർണങ്ങളായ, സമഗ്രം സമ്പൂർണം, അഭി സമ്പൂർണങ്ങളായവയും ആ അഭിലാഷങ്ങളെല്ലാം
സിദ്ധ്യന്തി സിദ്ധിക്കുന്നു. സമഗ്രാണ്യഭിസിദ്ധ്യന്തി ലോകശങ്കാമിമാം. ലോകശങ്ക എന്ന് പറഞ്ഞാൽ ഭക്തജനശങ്കയെ. ഇമാം ലോകശങ്കാം. ഈ നിഷ്പക്ഷമായ ഈ മന്ത്രജപം കൊണ്ട് ജനശങ്കയെ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ശങ്കയെ കൃത്വ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ചെയ്തിട്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഏവം ഇങ്ങനെ കീലകത്തെ നിർമ്മിച്ചിട്ട് ഇതം സർവം ഈ അന്യമന്ത്രങ്ങളെയെല്ലാം ശുഭം നിമന്ത്രയാമാസ സാർത്ഥകങ്ങളായി നിമന്ത്രിച്ചു. അതായത് സാർത്ഥകങ്ങളായി അന്യമന്ത്ര സമൂഹങ്ങളെയും വിചാരിച്ചു. കീലകത്തെ നിർമ്മിച്ചു. കീലകത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു. നമ്മുടെ സിദ്ധികൾക്കെല്ലാം പ്രതിബന്ധമായിരിക്കുന്ന ദോഷങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിവുള്ളതാണ് ഈ കീലകമന്ത്രം. അതുകൊണ്ട് ശ്രീ പരമേശ്വരൻ അന്യമന്ത്ര സമൂഹങ്ങളും സാർത്ഥകങ്ങളായി എന്ന് വിചാരിച്ചു. സ്തോത്രം വൈചണ്ഡികായാസ്തു തച്ച ഗുഹ്യം ചകാരസ സമാപ്തിർ ന ച പുണ്യസ്യ താം യഥാവന്യന്ത്രണാം സഹ അവൻ. ചണ്ഡികായാഹ തു ചണ്ഡികയുടെ തത് സ്തോത്രം വൈ ആ സ്തോത്രത്തെ ആകട്ടെ ഗുഹ്യം വളരെ രഹസ്യമാക്കി. അതായത് രഹസ്യമാക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്ര പ്രചാരമില്ലാതെ, കോമൺ അല്ലാതെ, പോപ്പുലർ അല്ലാതെ, പുണ്യസ്യ സപ്തശതീ പാരായണ പുണ്യത്തിന് സമാപ്തി നച അവസാനം ഇല്ല. താം അതിനെ, അതായത് ഈ ദേവി സപ്തശതീ പാരായണത്തെ അല്ലെങ്കിൽ ദേവി മാഹാത്മ്യ പാരായണ ക്രമത്തെ യഥാവത് വേണ്ടതുപോലെ നിയന്ത്രണാം ചകാര ഗൂഢോപായമാക്കുകയും ചെയ്തു. അതിനെ ഈ വളരെ ഗൂഢമാക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പാരായണക്രമത്തെ വേണ്ടതുപോലെ അറിഞ്ഞ് ജപിക്കുന്നത് ആണ് ഫലസിദ്ധിക്ക് ഉത്തമം എന്ന് ഉള്ളത് വളരെ ഗൂഢമാക്കി വെച്ചു. പരമേശ്വരൻ സപ്തശതി സ്തോത്രത്തെ രഹസ്യമാക്കിയും അതിൻ്റെ പാരായണ പുണ്യത്തിന് അവസാനമില്ലാത്തതുകൊണ്ട് ആ പാരായണക്രമത്തെ ഗൂഢോപായമാക്കിയും ചെയ്തു എന്നർത്ഥം. അപ്പോൾ വളരെ പ്രചാരത്തോട് കൂടാത്തതാക്കി ചെയ്തത് എന്തുകൊണ്ടാണ്? അല്പപ്രചാരം കൊണ്ടും നല്ല ഫലമുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പാരായണക്രമത്തെ ഗൂഢോപായമാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചണ്ഡീസ്തവ അല്ലെങ്കിൽ ദേവീ മാഹാത്മ്യത്തെ അതീവ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ എന്നിട്ടും ഇത്രമാത്രം ഫലസിദ്ധി ഉണ്ടാകുകയാണെങ്കിൽ വളരെ പ്രചാരം സിദ്ധിച്ചാൽ അതിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി മാർക്കണ്ഡേയൻ ഇത് ശിഷ്യന്മാരോട് പറയുന്നതാണ്. ഇതെല്ലാം അന്യമന്ത്രങ്ങളുടെ ജപം കൊണ്ടുണ്ടാകുന്ന ഫലത്തിന് ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ സപ്തശതി മന്ത്രജപം കൊണ്ട് മാത്രം നമുക്ക് എല്ലാ പുണ്യവും ലഭിക്കും എന്നാകിൽ അതുമാത്രം ജപിച്ചാൽ പോരെ? അതിൽ മാത്രം നമ്മൾ ആശ്രയിച്ചാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. സോപി ക്ഷേമമവാപ്നോതി സർവമേവ ന സംശയ. സോപി സഹ അഭി അവനും സർവമേവം എന്ന് പറഞ്ഞാൽ സർവക്ഷേമത്തെയും അവാപ്നോതി പ്രാപിക്കുന്നു. ന സംശയ സംശയമില്ല എന്നാണ്. ദേവീ മാഹാത്മ്യ പാരായണം കൊണ്ട് അവനും സർവക്ഷേമത്തെയും പ്രാപിക്കുന്നു. അതിൽ സംശയമില്ല. അവൻ ദേവി സപ്തശതി പാരായണക്രമം അറിഞ്ഞ് ജപിച്ച് ആ മുഴുവൻ പുണ്യത്തെയും പ്രാപിക്കുന്നു. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് സപ്തശതി കൊണ്ടുണ്ടാകുന്ന സിദ്ധികൾക്ക് ഒരിക്കലും ഒരു ന്യൂനതയുണ്ടെന്ന് നമ്മൾ വിചാരിക്കരുതെന്ന് കരുതിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വിദ്യകളെ ഉപാസിക്കുന്നവനും സപ്തശതി സ്തോത്രത്തോടു കൂടിയാണെങ്കിൽ സർവക്ഷേമത്തെയും പ്രാപിക്കുന്നു. അതുകൊണ്ട് സകല ജനങ്ങളും ഈ ദേവീ മാഹാത്മ്യത്തെ ആരാധിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ സാരം. അതുപോലെ തന്നെ കീലകം പഠിച്ചു കഴിഞ്ഞിട്ടേ നമ്മൾ ദേവീ മാഹാത്മ്യം പഠിക്കാവൂ എന്ന്, അതായത് പാരായണം ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണായാം വാ ചതുർദശ്യാമഷ്ടമ്യാം വാ സമാഹിത ദദാതി പ്രതിഗ്രഹണാദി നാന്യധൈഷ പ്രസീദതി. പ്രതിഗ്രഹണാദി ദാനപ്രതിഗ്രഹരൂപമായ കർമ്മവിധിയെ അനുഷ്ഠിക്കണം. അതായത് ആചാരക്രമങ്ങൾ എന്തൊക്കെ ചെയ്യണോ പാരായണം ചെയ്യുന്നതിന് മുമ്പ്, പാരായണം ചെയ്തു കഴിഞ്ഞ്, അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിലും നമ്മൾ പാരായണം ചെയ്യുന്നതിനും അല്ലാതെയും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണമോ അതെല്ലാം വളരെ നിയമാനുസൃതമായി അനുഷ്ഠിക്കണം. അതാണ് ദാനപ്രതിഗ്രഹ രൂപമായ. നമ്മളിപ്പോൾ ഷഷ്ടിവ്രതം നോക്കുന്നവർ ഷഷ്ടി ഇത്ര 6 എണ്ണം 12 എണ്ണം അങ്ങനെ എണ്ണം വെച്ചില്ലേ, ആ അവസാനത്തെ ഷഷ്ടി എടുത്തു കഴിയുമ്പോൾ അവിടെ ചെയ്യേണ്ടതായ ചില വിധികളും കർമ്മങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിയമേന, അതാണ് ദാനം ചെയ്യണമെങ്കിൽ ദാനം
ചെയ്യണം. അതിൻ്റെ പ്രതിഗ്രഹ രൂപമായ കർമ്മവിധി അതാണ് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണായാം വാ ചതുർദശ്യാം, കൃഷ്ണ അതായത് കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശുക്ലപക്ഷം എന്ന് പറഞ്ഞാൽ വെളുത്ത എന്നുള്ള അർത്ഥമാണ്. കറുത്ത പക്ഷമാണ് കൃഷ്ണ. കൃഷ്ണായാം വാ ചതുർദശി, ഇവിടെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശിക്കും അഷ്ടമിക്കും. വാ സമാഹിത, സമാഹിത എന്ന് പറഞ്ഞാൽ ഏകാഗ്രബുദ്ധിയോടുകൂടി വളരെ ദേവിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ദദാതി, ദദാതി കൊടുക്കണം എന്നാണ് ഇവിടെ. അനുഷ്ഠിക്കണം, ദാനം കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ദദാതി പ്രതിഗ്രഹണാധി, പ്രതിഗ്രഹണാധി അനുഷ്ഠിക്കണം, കൊടുക്കണം, ദാനം ചെയ്യണം. അന്യഥായേഷ, അങ്ങനെ അല്ലെങ്കിൽ സപ്തശതീദേവി, സപ്തശതീദേവി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ചണ്ഡികാദേവിയാണ്. ന പ്രസീദതി, പ്രസാദിക്കുന്നില്ല. യുദ്ധം രൂപേണ കീലേന മഹാദേവേന കീലിതം, യുദ്ധം രൂപേണ മേൽപ്പറഞ്ഞതുപോലെ ഒരാണി കൊണ്ട്, കീലേന ഒരാണി കൊണ്ട്, മഹാദേവേന മഹാദേവനാൽ അതായത് ശ്രീ പരമേശ്വരനാൽ കീലിതം അടിച്ചുറപ്പിക്കപ്പെട്ടു. യേഷാം ഏതൊരുത്തനാണോ, യഹ എന്ന് പറഞ്ഞാൽ ഇതിനെ, യേഷാം ഈ സപ്തശതിയെ നിഷ്കീലാം വിധായ ദാനപ്രതിഗ്രഹാഖ്യ കർമ്മം കൊണ്ട് ആണിയോട് കൂടാത്തതാക്കി ചെയ്തിട്ട്, എന്ന് പറഞ്ഞാൽ ആണി അടിച്ചുറപ്പിച്ചിരിക്കുന്നതിനെ ആണിയോട് കൂടാത്തതാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആണി നമ്മൾ മാറ്റിവെക്കുന്നു. അതായത് നമ്മളതിനെ തുറന്ന് ആ പ്രതിബന്ധം മാറ്റി നമ്മൾ പാരായണം ചെയ്യുന്നു വളരെ ഭക്തിപൂർവ്വം. നിത്യസസ്ഫുടം ജപതി പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ദിവസവും വ്യക്തമായിട്ട് ജപിക്കുന്നു. അതായത് നമ്മൾ ആചാരമനുസരിച്ച് വളരെ നിയമാനുസൃതമായി പാരായണക്രമം പാലിച്ച് ദിവസവും സ്ഫുടമായി ജപിച്ചാൽ സസിദ്ധ, അവൻ സിദ്ധനായും, സഗണ, അവൻ ദേവിയുടെ ഗണമായും, ഗണം എന്ന് പറഞ്ഞാൽ ഭൂതഗണം പോലെ ദേവിയുടെ ഒരു സന്തത സഹചാരിയായും, സഹ അവനെ, അവൻ രക്ഷണത്തിൽ, അവനും ദേവിയുടെ കൂടെ ദേവിയുടെ സംരക്ഷണത്തിലാകുന്നു. ഗന്ധർവ അഭിജായതേ, ഗന്ധർവനായും അവൻ ഭവിക്കുന്നു. മേൽപ്പറഞ്ഞതുപോലെ ഒരു ആണി കൊണ്ട് ശ്രീപരമേശ്വരനാൽ അടിച്ചുറപ്പിക്കപ്പെട്ടു. അവനോ ഏതൊരുത്തിന് ഈ സപ്തശതി സ്തോത്രത്തെ, അതായത് ദേവീ മാഹാത്മ്യ സ്തോത്രത്തെ ദാനപ്രതിഗ്രഹാഖ്യ കർമ്മം കൊണ്ട് ഒരു ആണിയോട് കൂടാത്തതാക്കി ചെയ്തിട്ട്, എന്ന് പറഞ്ഞാൽ അതിനെ ഓപ്പൺ ചെയ്തിട്ട് അതിനെ വളരെ ഭക്തിയോടുകൂടി ജപിച്ചിട്ട് ദിവസവും വ്യക്തമായി ജപിക്കുന്നു. അവൻ സിദ്ധനായും ദേവിയുടെ പരിവാരമായും രക്ഷണത്തിൽ സംരക്ഷണത്തിൽ ഗന്ധർവനായും ഭവിക്കുന്നു എന്ന് അർത്ഥം. ഇവിടെ ശിഷ്യന്മാരോട് പറയുന്നതാണ് ഈ സ്തോത്രം എല്ലാവർക്കും അചിന്ത്യ ഫലപ്രദമായി തീർന്നതുകൊണ്ട് സകല ജനങ്ങളും സർവേശ്വരന്മാരായി ഭവിക്കുമെന്നറിഞ്ഞ് ശ്രീ മഹാദേവൻ ഇങ്ങനെ കീലകരൂപമായി ഒരു ആണി വെച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട്. അതായത് എല്ലാവരും ജപിക്കേണ്ട, കുറച്ചുപേര് അങ്ങനെ മോക്ഷവും സിദ്ധിയൊക്കെ പ്രാപിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഉപാസകൻ, അതായത് ജപിക്കുന്നവർ, ഭക്തിയോടെ ജപിക്കുന്നവർ കൃഷ്ണാഷ്ടമിയിലോ ചതുർദശിയിലോ ഏകാഗ്രഹൃദയനായിട്ട് ജപിക്കുകയാണെങ്കിൽ തൻ്റെ ധനം മുഴുവൻ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവനുണ്ടാക്കുന്ന ധനം മുഴുവനും, അല്ലയോ ദേവി ഇപ്പോൾ മുതൽ എൻ്റെ ധനം മുഴുവനും അവിടത്തേക്കാണ് എന്ന് പറഞ്ഞ് നമുക്കുള്ളതെല്ലാം ആ ദേവി തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് ആവശ്യത്തിന് നമ്മൾ ദേവിയോട് ചോദിച്ചു വാങ്ങുന്നത് പോലെ നമ്മൾ വ്യയം ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ധർമ്മശാസ്ത്രപ്രകാരം വിനിയോഗിച്ച് സദാ ദേവ്യധീനനായി, അതായത് ദേവിക്ക് അധീനരായി നമ്മൾ ജീവിക്കണം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇവിടെ അടുത്ത ലൈൻ, നചൈവാപ്യടതസ്തസ്യ ഭയം ക്വാവീഹ ജായതേ നാപമൃത്യുവശം യാതി മൃതോ മോക്ഷമവാപ്നുയാതി. ഇത് ഫലശ്രുതിയാണ്. അടതഹ തസ്യ സഞ്ചരിക്കുന്ന അവന്, ഇഹ ക്വാപി ഈ ലോകത്തിൽ ഒരു ദിക്കിലും ഭയം ന ജായതേ ഏവച്ച ഭയം ഉണ്ടാകുന്നില്ല നിശ്ചയം. അപമൃത്യുവശം ന യാതി അവന് അപമൃത്യു ഉണ്ടാകുന്നില്ല. അതായത് അവൻ അപമൃത്യുവിന് അധീനനല്ല, ഒരിക്കലും അവൻ അപമൃത്യുവിന് ഇരയാകുന്നില്ല. മൃതഃ ഇനി എന്തെങ്കിലും കാരണവശാൽ അവൻ മരിച്ചാൽ മോക്ഷം അവാപ്നുയാത് അവന് മോക്ഷത്തെ പ്രാപിക്കും, അവൻ മോക്ഷത്തെ പ്രാപിക്കും. ജ്ഞാത്വാ പ്രാരഭ്യ കുർവീദാഹ്യ കുർവാണോ വിനശ്യതി തതോ ജ്ഞാത്വേവ സമ്പന്നം ഇതം പ്രാരഭ്യതേ ബുധൈഹി. ബുധൈഹി എന്ന് പറഞ്ഞിരിക്കുന്ന ബുധന്മാർ, ഇവിടെ പണ്ഡിതന്മാർ. ജ്ഞാത്വ അറിഞ്ഞിട്ട്, പ്രാരഭ്യ കുർവീത, പ്രാരഭ്യ കുർവീത എന്ന് പറഞ്ഞാൽ പാരായണം ആരംഭിച്ച് നടത്തണം. എന്തറിഞ്ഞിട്ട്? ജ്ഞാത്വം അറിഞ്ഞിട്ട് പ്രാരഭ്യ കുർവീത പാരായണം ആരംഭിച്ച് നടത്തണം. കുർവാണ അങ്ങനെ ചെയ്യാത്തവൻ വിനശ്യതിഹി സിദ്ധിയെ പ്രാപിക്കുന്നില്ല നിശ്ചയം. തതഃ അതുകൊണ്ട് ബുധൈഹി വിദ്വാൻമാരാൽ ജ്ഞാത്വാ ഏവ അറിഞ്ഞിട്ട് ചെയ്യണം. എന്തറിഞ്ഞിട്ടാണ്? പാരായണക്രമത്തെ അറിഞ്ഞിട്ട് തന്നെ
ഇതിനെ സമ്പന്നം പ്രാരഭ്യത, നിർദോഷമാക്കി ആരംഭിക്കണം. ഇവിടെ സമ്പന്നമാക്കുക എന്ന് പറഞ്ഞാൽ സമൃദ്ധി കൊണ്ടല്ല, ഇവിടെ പാരായണം സമ്പന്നമാക്കണം. നമ്മൾ നിർദോഷമാക്കി പാരായണക്രമം അറിഞ്ഞ് പാരായണം ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സൗഭാഗ്യാദിചയത് കിഞ്ചിത് ദൃശ്യതേ ലലനാജനെ, സൗഭാഗ്യങ്ങൾ യത് കിഞ്ചിത് എന്ന് പറഞ്ഞാൽ ചില അല്പഗുണങ്ങൾ. ഏത് ചില അല്പഗുണങ്ങളാണോ ലലനാജന എന്ന് പറഞ്ഞാൽ ലലനാജനങ്ങൾ, ഇവിടെ സ്ത്രീകളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ലലനാജനം എന്നുള്ളത്. അപ്പോൾ സ്ത്രീ ജനങ്ങളിൽ ചില ഗുണങ്ങളുണ്ട്. സൗന്ദര്യം അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അതുപോലെ നമുക്ക് നീളമുള്ള മുടി ഇഷ്ടമല്ലാത്തവർ വളരെ കുറവേ ഉള്ളൂ അല്ലേ. ദൃശ്യത കാണപ്പെടുന്നു. അങ്ങനെ സൗന്ദര്യത്തിൻ്റെ ഒരു ലക്ഷണമാണ് നീളമുള്ള മുടി തന്നെ. അതുപോലെ കണ്ണുകൾ, അങ്ങനെ ചില അല്പഗുണങ്ങൾ ചില സ്ത്രീജനങ്ങളിൽ കാണാം. അതെല്ലാം ദേവീപ്രസാദം കൊണ്ട് ഉണ്ടാകുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തേന, അതുകൊണ്ട് ശുഭം ഇതം, മംഗളമായ ഈ സ്തോത്രം ജപിക്കപ്പെടേണ്ടതാകുന്നു. പാരായണക്രമം അറിവില്ലാത്ത സ്ത്രീജനങ്ങളിൽ പോലും സൗന്ദര്യം മുതലായ ചില അല്പഗുണങ്ങൾ കാണുന്നുണ്ട്. സൗന്ദര്യത്തിന് അങ്ങനെയൊന്നുമില്ല അല്ലേ. എല്ലാവരിലും ചിലരിൽ കാണും, ചിലരിൽ കൂടുതൽ കാണും, ചിലരിൽ ഒട്ടും തന്നെ ഉണ്ടാകത്തില്ല. അതുപോലെ കളറാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ അതെല്ലാം ദേവീപ്രസാദം കൊണ്ട് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് മംഗളമായ സ്തോത്രം വിധിപ്രകാരമോ അല്ലാതെയോ ജപിക്കേണ്ടത് തന്നെയാകുന്നു ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതു വിധത്തിലും നമ്മൾ ദേവീ മഹാത്മ്യ പാരായണം ചെയ്യാമെന്ന് പ്രമാണം ഉണ്ട്. അനുവദിക്കുന്നതുകൊണ്ട്, അങ്ങനെ അനുവദിച്ചിരിക്കുന്നതുകൊണ്ട് വിധിയോടുകൂടിയോ അല്ലാതെയോ നമ്മളിത് പാരായണം ചെയ്യേണ്ടത് തന്നെയാകുന്നു. അങ്ങനെ വിധിയാവണ്ണം ജപിക്കാൻ അറിയാത്തവരെന്ത് ചെയ്യണം? അവർ ദേവി തൃപ്പാദങ്ങളിലെല്ലാം സമർപ്പിക്കണം. ദേവി, ഞാൻ അറിയാതെ ചെയ്യുന്നത് എല്ലാം ക്ഷമിക്കണേ എന്ന് ക്ഷമസ്വാപരാധ സ്തോത്രം ചൊല്ലി നമ്മൾ ജപിക്കും. ശനൈസ്തു ജപ്യമാനേസ്മിൻ സ്തോത്രേ സമ്പത്തിരുച്ചകൈ ഭവത്യേവ സമഗ്രാഭി തത പ്രാരഭ്യമേവ തത് എന്നാണ്. ശനൈസ്തു, ശനൈഹി എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ, ജപ്യമാനേസ്മിൻ അസ്മിൻ, അപ്പോൾ വളരെ പതുക്കെ, അസ്മിൻ സ്തോത്രം എന്ന് പറഞ്ഞാൽ ഈ സപ്തശതി സ്തോത്രം, ശനൈഹി പതുക്കെ, തു ജപ്യമാനെ പതുക്കെ ജപിച്ചാൽ സമ്പത്തി ഹി ഐശ്വര്യം ഉണ്ടാകും. ഉച്ചകൈഹി ഉച്ചത്തിൽ ജപിച്ചാൽ സമഗ്രാഭി സമ്പൂർണങ്ങളായ ഐശ്വര്യങ്ങളും ഭവതിയേവ, ഭവതിയല്ല ഭവന്തിയാണ്, ഉണ്ടാകുന്നു നിശ്ചയം. തതഹ തത്, അതുകൊണ്ട് ഈ സ്തോത്രം ഇത് പ്രാരഭ്യമേവ ഉച്ചത്തിൽ തന്നെ പാരായണം ചെയ്യേണ്ടതാകുന്നു. ഐശ്വര്യം യത് പ്രസാദേന സൗഭാഗ്യാരോഗ്യ സമ്പദ ശത്രുഹാനി പരോമോക്ഷാസ്തുയതേ സാനകിം ജനൈ യത് പ്രസാദേന, യാതൊരു ദേവിയുടെ പ്രസാദം കൊണ്ട് ഐശ്വര്യം സൗഭാഗ്യാരോഗ്യ സമ്പദ, ഐശ്വര്യവും സൗഭാഗ്യവും ആരോഗ്യവും അതുപോലെ തന്നെ സമ്പത്തും, ശത്രുഹാനി ശത്രുനാശവും, പരോമോക്ഷ ഉത്കൃഷ്ടമായ മോക്ഷവും ഉണ്ടാകുന്നു. ഏതും ദേവിയുടെ കൃപ കൊണ്ട് നമുക്ക് ഐശ്വര്യവും സൗഭാഗ്യവും ആരോഗ്യവും മറ്റ് സമ്പത്തുക്കളും ശത്രുനാശവും ഉണ്ടാകുന്നുവോ ആ ദേവി സ ജനൈ, ആ ദേവി ജനങ്ങളാൽ കിം നസ്തുയത, കിം എന്തുകൊണ്ട് ജപിക്കപ്പെടുന്നില്ല, സ്തുതിക്കപ്പെടുന്നില്ല, സ്തുയതേ. അപ്പോൾ ദേവി എന്തുകൊണ്ടും സ്തുതിക്കപ്പെടാൻ അർഹതയുള്ള, സ്തുതിക്കപ്പെടേണ്ട ദേവി തന്നെയാണ്. ആ ദേവിയുടെ പ്രസാദം കൊണ്ടാണ് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും ജപിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ധൃതിപ്പെട്ടും മനസ്സുകൊണ്ടും ജപിക്കരുത്. സാവധാനത്തിൽ വളരെ സ്ഫുടമായി സ്പഷ്ടമായി ജപിക്കണം. ഇവിടെ ദേവീകീലകത്തിൻ്റെ അർത്ഥം സമാപിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി, നമസ്കാരം. വീണ്ടും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നിർത്തട്ടെ.